രണ്ട് നിയമസഭാ സീറ്റുകളിലേക്കും ഒരു ലോക്സഭാ സീറ്റിലേക്കും ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു. 6 മാസമുണ്ട്. സ്ഥാനാർത്ഥി ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി ചർച്ച വരാൻ കാരണം വയനാട് ലോക്സഭാ സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിയുകയും പകരം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടിയാണ്. ശ്രദ്ധേയമായ മത്സരമൊന്നുമായിരിക്കില്ല വയനാട് നടക്കുക. പ്രിയങ്ക ഗാന്ധി ജയിച്ചു വരും. ഭൂരിപക്ഷം എത്ര എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. മറ്റൊരു സീറ്റ് ആലത്തൂരാണ്. CPIM-ന് നല്ല സ്വാധീനമുള്ള സീറ്റാണ്. അവിടെ ഒരു അട്ടിമറി ജയം UDF-ന് നേടാൻ കഴിയുമോ എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടും അത് അത്ര പ്രാധാന്യമുള്ള മത്സരമല്ല. LDF-ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് പാലക്കാട് തന്നെയാണ്. എന്തുകൊണ്ടാണ് പാലക്കാട് ശ്രദ്ധേയമാകുന്നത്? പാലക്കാട് ജയസാധ്യത BJP-ക്കാണ് എന്നതുകൊണ്ട് തന്നെയാണ്. BJP-ക്ക് ജയസാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3859 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഷാഫി പറമ്പിൽ ലഭിച്ചത്. ഷാഫി പറമ്പിലിനെ പോലെയുള്ള സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും 3859 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് UDF-ന് നേടാൻ കഴിഞ്ഞത്. 2-ാം സ്ഥാനത്ത് ശ്രീധരനാണ് എത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീധരൻ BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു എന്നതുകൂടി ഓർക്കണം. കടുത്ത മത്സരം നടന്നു എന്ന കാര്യം സംശയമേ ഇല്ല. അതിൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് BJP-ക്ക് നല്ല ജയസാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട്. ആ പാലക്കാട് ആരായിരിക്കും BJP സ്ഥാനാർത്ഥി എന്ന ചർച്ചകൾ ഇതിനകം BJP-യിൽ ഉയർന്നിട്ടുണ്ട്. BJP കേന്ദ്ര നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പേര് ഒരേ ഒരു പേര് ശോഭാ സുരേന്ദ്രൻ്റെതാണ്. സംസ്ഥാന നേതൃത്വത്തിന് S കൃഷ്ണകുമാർ മത്സരിക്കണമെന്നാണ് താല്പര്യം. S കൃഷ്ണകുമാർ പാലക്കാട് സ്വദേശിയാണ്. ആ മണ്ഡലത്തെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ്. ആ മണ്ഡലത്തിൽ തന്നെ നേരത്തെ മത്സരിച്ച പരിചയമുണ്ട്. ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച പരിചയമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്ത് S കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകണം എന്ന ചർച്ച BJP-ക്കകത്തുണ്ട്. എന്നാൽ അതല്ല, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഏതൊക്കെ മണ്ഡലത്തിൽ മത്സരിച്ചോ ആ മണ്ഡലത്തിലെല്ലാം നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നതാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലം, അടുത്ത മത്സരിച്ച മണ്ഡലം, കഴിഞ്ഞ മത്സരിച്ച മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2019 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. 2014 അവിടെ BJP സ്ഥാനാർത്ഥി S ഗിരിജകുമാരി നേടിയ വോട്ട് 90,528 90,528 വോട്ട് മാത്രം. 1 ലക്ഷത്തിലേക്ക് എത്തിയില്ല. 1 ലക്ഷത്തിലും താഴെ, 10,000 വോട്ടിന് താഴെ. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട് 2,48,081 വോട്ടാണ്. 2,48,081 വോട്ട് എന്ന് വെച്ചാൽ കുതിച്ചു ചാട്ടമായിരുന്നു. അതിന് കുറെ രാഷ്ട്രീയ കാരണങ്ങളും കൂടിയുണ്ട്. ശബരിമല വിഷയം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവർ ചർച്ചയായ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം. അതുകൊണ്ട് തന്നെ BJP-ക്ക് അവിടെ വോട്ട് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു, വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു, ഒരു കുതിച്ചു ചാട്ടം നടത്താൻ കഴിഞ്ഞിരുന്നു. ശോഭാ സുരേന്ദ്രൻ തന്നെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നുവെങ്കിൽ ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്ന ചർച്ച ഇപ്പോൾ BJP-ക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ആ സീറ്റ് നേരത്തെ തന്നെ V മുരളീധരൻ ബുക്ക് ചെയ്തതുപോലെ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അദ്ദേഹം വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യാതൊരു സംശയമില്ല. BJP-ക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമായി ആറ്റിങ്ങൽ മാറിയിട്ടുമുണ്ട്. V മുരളീധരന് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനോളം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇത്തവണ 2024 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് ആലപ്പുഴയിലാണ്. 2019 BJP സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണന് പാലക്കാട് മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് 1,87,000 വോട്ടാണ്. 1,87,000 വോട്ട്, ഏകദേശം 2 ലക്ഷത്തോട് അടുത്ത് വോട്ട് ലഭിച്ചിട്ടുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ. അന്ന് 2019 KS രാധാകൃഷ്ണന് എന്ന് വെച്ചാൽ BJP-ക്ക് ഒരു സാമാന്യം അടിത്തറയുള്ള മണ്ഡലമായി നേരത്തെ തന്നെ ആലപ്പുഴ മാറിയിട്ടുണ്ട് എന്നർത്ഥം. ഇപ്പോൾ വലിയ കുതിച്ചുചാട്ടം ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു അടിത്തറ BJP-ക്ക് മണ്ഡലത്തിൽ ഉണ്ട്. കാരണം അവിടെ SDP-യുടെ പ്രവർത്തനമൊക്കെ സജീവമാണ്. നമുക്കറിയാം, വർഗീയത ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഒന്ന് മറ്റൊന്നിനെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് BJP-ക്ക് ഒരു അടിത്തറ ആലപ്പുഴ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1,87,000 വോട്ടാണ് BJP സ്ഥാനാർത്ഥി നേടിയത്. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ആ 1,87,000 വോട്ടിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ 2,99,000 വോട്ടിലേക്ക് മാറി. 2,99,000 വോട്ട് എന്ന് വെച്ചാൽ 3 ലക്ഷം വോട്ട് തന്നെയാണ്. ഏകദേശം 1 ലക്ഷത്തിലേറെ വോട്ട് വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിൽ. ചെറിയ കാര്യമല്ല. ആലപ്പുഴ പോലെയുള്ള മണ്ഡലത്തിൽ ഇത്രമാത്രം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന് എങ്കിൽ എന്തുകൊണ്ട് പാലക്കാട് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചാൽ വൻ ഭൂരിപക്ഷം നേടാൻ കഴിയില്ല എന്ന ചോദ്യം വരുന്നുണ്ട്.
അത് കഴിയും. ശോഭാ സുരേന്ദ്രന് എവിടെ മത്സരിച്ചാലും വോട്ട് കൂട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കട്ടെ, ഇത്തവണ പാലക്കാട് മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് BJPയുടെ ദേശീയ നേതൃത്വം വരുന്നത്. കേരളത്തിൽ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തുക, ഒതുക്കി നിർത്തുക എന്നതാണ് കേരളത്തിലെ BJP നേതൃത്വത്തിന്റെ പതിവ് രീതി. ശോഭാ സുരേന്ദ്രനെ പരമാവധി സംഘടനാ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥ പോലും ഉണ്ടായിരുന്നു. പാർട്ടി നേതാക്കൾക്കെതിരെ പരസ്യമായി പ്രസ്താവനകൾ ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ആലപ്പുഴയിൽ ഈ വോട്ട് നേടിയതിനെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു RSS പ്രവർത്തകർ പോലും ആലപ്പുഴ മണ്ഡലത്തിലുണ്ടായിരുന്നില്ല. എല്ലാ RSS പ്രവർത്തകരെയും, എന്ന് വെച്ചാൽ തിരുവനന്തപുരം മുതൽ കൊച്ചിയിൽ വരെയുള്ള RSSന്റെ പ്രധാനപ്പെട്ട കേഡർമാരെയും പ്രവർത്തകരെയും ആറ്റിങ്ങൽ കേന്ദ്രീകരിപ്പിച്ചു വി മുരളീധരൻ. തിരുവനന്തപുരത്തും സമാനമായ ആരോപണം BJP സ്ഥാനാർത്ഥി ചന്ദ്രശേഖരൻ ഉന്നയിച്ചിരുന്നു, BJP നേതാക്കൾ ഉന്നയിച്ചിരുന്നു. RSSന്റെ പ്രധാനപ്പെട്ട കേഡർമാർ ഇല്ല, പ്രവർത്തന രംഗത്ത് ഇല്ല. അതേപോലെ തന്നെയാണ് ആലപ്പുഴയിലും RSSന്റെ പ്രവർത്തകരില്ല. എല്ലാവരും പ്രവർത്തനം കേന്ദ്രീകരിച്ചത് ആറ്റിങ്ങലായിരുന്നു. RSSന്റെ പ്രവർത്തനം എന്താണ് എന്ന് നമുക്കറിയാലോ. അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് RSS പ്രവർത്തകർ. ജനങ്ങൾക്ക് ഇടയിൽ വീടുകളിൽ കയറി ചെന്ന് അവരോട് സംസാരിച്ച് അവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ് RSSന്റെ പ്രവർത്തകർ. ഒരു കാലത്ത് CPIM ഒക്കെ നടത്തിയ സംഘടനാ പ്രവർത്തനം അതേ രീതിയിൽ ഒരു കേഡർ സിസ്റ്റത്തിൽ നടത്തുന്ന വിഭാഗമാണ്, സംഘടനയാണ് RSS. അവരുടെ പ്രവർത്തനം ഒരു ഇലക്ഷൻ വിജയത്തിൽ വളരെ വളരെ നിർണായകമാണ്. അങ്ങനെ ഒരു RSSന്റെ സഹായം പോലും ഇല്ലാതെ ഇത്രയും വോട്ട് സമാഹരിക്കാൻ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നത് BJP നേതൃത്വം കാര്യമായി ഗൗരവമായി കണക്കെടുക്കുന്നുണ്ട്. സംസ്ഥാന BJP നേതൃത്വത്തിലേക്ക് പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഉയർന്നു വരും ശോഭാ സുരേന്ദ്രൻ എന്ന വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റായി പോലും പരിഗണിക്കുന്നു എന്ന വാർത്ത ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ BJP ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നേറ്റം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റ് തുടരട്ടെ എന്ന ചർച്ചയും BJPക്ക് അകത്തുണ്ട്. അതുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരുന്നില്ല എങ്കിലും ഒരു പ്രധാന പദവിയിലേക്ക് വരും എന്ന് ദേശീയ നേതൃത്വം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ദേശീയ വാർത്തകൾ വരികയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന BJPയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും. ആ അഴിച്ചുപണിയിൽ ശോഭാ സുരേന്ദ്രന് ഒരു പ്രധാനപ്പെട്ട പദവി ലഭിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോഴാണ് ഇതാ പുതിയ ചർച്ച വന്നിരിക്കുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്ന്. ശോഭാ സുരേന്ദ്രൻ രണ്ടാമത് അക്കൗണ്ട് തുറന്ന് നിയമസഭയിലേക്ക് വരുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. ആദ്യം അക്കൗണ്ട് തുറന്നത് O രാജഗോപാലാണ്. O രാജഗോപാലിന്റെ പിൻഗാമിയായി നിയമസഭയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വരുമോ എന്നത് മാത്രമേ നമുക്ക് ഇനി അറിയാനുള്ളൂ. ഏതായാലും BJPക്ക് ജയസാധ്യത കൂടിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിച്ചത് എന്തിന് എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അത് BJPക്ക് നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാൻ വഴിയൊരുക്കുകയാണ് ചെയ്തത് എന്ന വിമർശനം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലാണ് എന്ന വാർത്തകൾ ഇതിനകം വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPയെ തോൽപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ BJP ജയിച്ചു വന്നാൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലാണ് അത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് BJPയെ തോൽപ്പിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടമായിട്ടായിരിക്കും കോൺഗ്രസ് മണ്ഡലത്തെ കണക്കാക്കുക. BJPക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത സാധ്യത ഇപ്പോൾ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നു. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്നിരിക്കുന്നു BJP. അതേപോലെ അതേ തരംഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജയിച്ചു വരാൻ കഴിയണം എന്നാണ് ഇപ്പോൾ BJP നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അതിനുവേണ്ടി എല്ലാ ശ്രമവും BJPയും നടത്തും. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് വളരെ വളരെ നിർണായകമായി മാറുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഒറ്റ ചോദ്യമേ ഉയരുന്നുള്ളൂ, എന്തിന് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുപോയി എന്ന ചോദ്യം. അത് BJPക്ക് വഴി തുറക്കാൻ വേണ്ടിയിട്ടാണോ എന്ന ഉത്തരത്തിലേക്ക് നീങ്ങുമോ, അത് മറികടക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്.